എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ ഫിഷ് ലവർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ പണി എന്ന് പറയാം കേട്ടോ, ഈ ഒരു ടാങ്ക് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കുറേ കാലമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാത്തൊരു ടാങ്കാണ്. ഇതിൽ നമ്മൾ മോൺസ്റ്റർ ഫിഷസിനൊക്കെ വേണ്ടിയിട്ടുള്ള, ഇതിന് മുന്നുണ്ടായിരുന്ന പീക്കോക്ക് ബാസ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ പുലിവാഹ പോലെയുള്ള ഫിഷുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പാരൽ മീനുകളെയും പാടത്തുനിന്നും പറമ്പത്തുനിന്നും ഒക്കെ പിടിച്ചിട്ടുള്ള മീനുകളാണ്. പാടത്തുനിന്നും തോട്ടുനിന്നൊക്കെ പിടിച്ചിട്ടുള്ള മീനുകളാണ് ഇതിലിട്ടുണ്ടായിരുന്നത്. ഇതിൽ 1-2 സീബ്രാസ് ഉണ്ടായിരുന്നു, പക്ഷേ സീബ്രാസൊക്കെ ഡെഡായിപ്പോയി. ഇനിയിപ്പോൾ ഒരു സീബ്ര മാത്രം അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. ഇത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാൻ ആദ്യം നമ്മൾ ഇതിലുള്ള ഫോക്സ് ടൈലൊക്കെ എടുത്ത് പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കുകയാണ്. പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ താഴെയുള്ള മീനുകൾ പിടിക്കും. ഇങ്ങനെ പ്ലാന്റ്സ് വെച്ചതുകൊണ്ടാണ് വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കുറച്ചൊരു ക്ലിയറായിട്ട് നിൽക്കുന്നത്. അടിയിൽ നന്നായിട്ട് അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വെള്ളം കുറച്ച് ക്ലിയറായിട്ട് നിൽക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഇങ്ങനെ പ്ലാന്റ്സ് ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു നെറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ചെറിയ കുഞ്ഞു മീനുകൾ ഉണ്ടെങ്കിൽ അതും ഇതിൽ പെട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം വെള്ളം ഇത്ര വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പരൽ മീനുകൾ. ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ പുലിവാഹയൊക്കെ ലൈവ് ഫിഷ് മാത്രം തിന്നുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പിടിച്ച് ഇട്ടുകൊടുത്തിരുന്നതാണ്. അപ്പോൾ അതിൽ ബാക്കിയുണ്ടായിരുന്നു. ഇതിലൊരു കടുണ്ട്, കുറച്ച് പരലുകളും ഒക്കെയാണ് ഇതിലുള്ളത്. കുറച്ച് പരൽ, കടു, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കോട്ടി എന്ന് പറയുന്ന മീനുണ്ട്. അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു വെച്ചിട്ട് ഒരു ടാങ്ക് വെച്ചിട്ട് ചെറിയൊരു ഗ്ലാസ് ടാങ്ക് വെച്ചിട്ട് നമുക്കൊരു ചെറിയ നെറ്റ് എടുത്തിട്ട് നമുക്കതിലേക്ക് പിടിച്ചിടാം. ഈ നാടൻ മീനുകളായതുകൊണ്ട് നമുക്ക് പിടിക്കാൻ കുറച്ച് ടഫായിരിക്കും, പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് കൈ കൊണ്ടും അതുപോലെ തന്നെ ഇതുകൊണ്ടൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് ഇടേണ്ടി വരും. ഈ മീനുകളുടെ ശരിക്കുള്ള ഓണർ ഇത് എത്തിയിട്ടുണ്ട്. തള്ളമീമി ഇവിടെ അതാ എവിടെ ഞാൻ ചാടില്ലോ. അച്ഛത്തരാ അങ്ങനെ പറഞ്ഞാ മിനി പിന്നെ പച്ചക്കുട്ടി എന്താ മിനിയോട് പറഞ്ഞത്? സുഖല്ലേ ചോദിച്ചാ? കടിച്ചാണ്ടല്ലോ ഒരാഴ്ചയ്ക്ക് സുഖം ഉണ്ടാവില്ല, വലിയ ദിവസം ഉണ്ടാവില്ല. ഇത് രണ്ട് മിനിറ്റിൽ അങ്ങനെ ഒരുപാട് നേരത്തെ അംഗം വെട്ടിന് ശേഷം കിട്ടിയ മീനുകളാണിത്. ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായ സമയത്ത് നമ്മൾ കൊണ്ടുപോയിട്ടതാണ്. ഇതിന്നിങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ പുലിവാഹയ്ക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ ബാക്കി വന്നത്. അപ്പോൾ നമ്മൾ ആ ടാങ്ക് ഒഴിവാക്കിയിട്ട് ആ ടാങ്കിലേക്ക് ഇനിയിപ്പോൾ ഷ്രിമ്പുകൾ ഇറക്കാനുള്ള പ്ലാനിലാണ്. റെഡ് ഷ്രിമ്പും യെല്ലോ ഷ്രിമ്പും കുറച്ച് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇറക്കി വിടാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഈ മീനുകളൊക്കെ നമ്മളെ പുലിവാഹയ്ക്കും അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള കുറച്ച് പൊരിക്കുണ്ട്, അവറ്റകൾക്കൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ ടാങ്കിലാണ് നമ്മളെ പുലിവാഹ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വീണ്ടും നമ്മുടെ ചാനലിൽ വരുന്നതാണ്.